ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഐഷാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ. എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലാണ്, ഇക്കയുടെ കൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു റൂമിൻ്റെ കുഞ്ഞൊരു ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം ഡിലേ ഒന്നുമില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കുട്ടി ഹോം. അപ്പോൾ വെൽക്കം ടു സ്വീറ്റ് ഹോം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് കേട്ടോ. രണ്ട് ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാളിൽ രണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്. സെറ്റ് സെപ്പറേറ്റഡ് ആണ് കേട്ടോ, ഞാനത് ചേർത്തിട്ടൊക്കെയാണ്. പിന്നെ ഒരു ടേബിളുണ്ട്, ടേബിളിന്റെ പുറത്ത് ഞാൻ ടേബിൾ ക്ലോത്ത് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ മാറ്റും കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹേസ് ബേബി അപ്പോഴേ വന്ന് അടിച്ച് മാറ്റും. പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, ആ ഒരു അവസ്ഥയാകും. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഓപ്പോസിറ്റ് TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള ടേപ്പുകൾ പല സ്ഥലങ്ങളിലായി കാണാൻ കഴിയും. ഭയം വേണ്ട, ജാഗ്രത മതി, ഹേസ് ബേബി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റാൻഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു വിൻഡോ ഉള്ളത് കേട്ടോ. അത് മാൻ ഹോളാണ്, അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല നമ്മൾ. അതിൻ്റെ താഴെയായിട്ട് ഒരു ആൻറ്റീക് പീസ് വരുന്ന ഒരു കുഞ്ഞ് സൈക്കിൾ കേട്ടോ. അത് നല്ല രസമാണ്, അത് ഞാൻ വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അതും വന്ന് പണിയാറുണ്ട് ഹേസ് ബേബി. ഇവിടെ ആയിട്ട് നമുക്ക് വോളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കർ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കീയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ചെടികളും വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇവിടെ ഒരു സെറ്റി ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, പക്ഷേ നമ്മൾ തുറക്കില്ല. അങ്ങനെയാണ്, തോക്ക് തരാം പക്ഷേ വെടിവെക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളാണ്, പക്ഷേ തണുപ്പ് കാരണം തുറക്കാനായിട്ട് പറ്റില്ല. നമ്മൾ വന്ന സമയത്ത് 8-9 ഡിഗ്രിയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഈ ഒരു വെന്റിലേഷനിൽ കൂടെ നന്നായിട്ട് കാറ്റകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ, നമ്മൾ ക്ലോസ് ചെയ്താലും. അതുകൊണ്ട് ഹേസ് ബേബിക്കൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നേ. അങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല, പക്ഷേ നല്ല വ്യൂ കാണാവേ. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അലമാരയുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് മിററുണ്ട്. അതിൻ്റെ താഴെയായിട്ടും ഇതേപോലെ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഡ്രോ ഉണ്ട് കേട്ടോ. ആ ഒരു ഡ്രോയൊക്കെ ഞാനിപ്പോൾ ടേപ്പൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സെറ്റി ഉണ്ട്. സെറ്റിയിൽ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സർഫൊക്കെ വന്നെടുത്ത് തട്ടിയിടുന്നത് കൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇതിനുള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എപ്പോഴും ഇത് ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ, കാരണം അല്ലെങ്കിൽ ബാത്റൂമിലും വാഷിംഗ് മെഷീനിലൊക്കെയാണ് കളിയാൾ. പിന്നെയുള്ളൊരു റൂമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ഹാളിൽ നിന്ന് നേരെ കാണുന്ന റൂം. ഈ ഒരു റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം വന്നിരിക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ്. കാരണം നമസ്കരിക്കാൻ വരുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റൊക്കെ എഴുതാനായിട്ട് വന്നിരിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഓപ്പോസിറ്റ് സ്കൂളാണ് കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന്. നല്ല കാറ്റാണ്. തണുപ്പ് കാരണം വിൻഡോ തുറക്കാൻ പോലും പറ്റില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുട്ടി റൂം, പക്ഷെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഹിസുബിയുടെ ടോയ്സ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലും എന്നെയും അവൻ്റെയും കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ട് അവൻ വലിച്ചു വാരി ഇടുന്നു, ഞാൻ എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുന്നു. ഇപ്പോഴും ഭയങ്കര അലപ്പാണേ. ഉറങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഉറങ്ങുമ്പോൾ വേറെ ഡ്യൂട്ടികൾ കാണും. ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഐറ്റംസും ഞാൻ തറയിലിരുന്നതൊക്കെ ഇതിൻ്റെ മുകളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം ഹേസ് ബേബി ചെന്നെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു കാർട്ടൂണിലാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം. പിന്നെ നമുക്കിനി കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണ് കൗണ്ടർ ടോപ്പ്. അതിൻ്റെ മുകളിലായിട്ട് ഓവനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, മിക്സിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റൗ ഏരിയ വരുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സെറ്റ് ചെയ്യുക മീൻസ് വൃത്തിയാക്കുന്നതാണ് മെയിനായിട്ട്. യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ
വല്ലാണ്ട് കറ പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോന്നായിട്ട് എടുത്ത് ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കാം. ഇപ്പുറത്ത് നമ്മുടെ മാവ് ഐറ്റംസ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഹേസിൻ്റെ കുറുക്ക് കാര്യങ്ങൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാനിതിൽ കൗണ്ടർ ടോപ്പിലായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം മുമ്പത്തേത് ഒരു മാർബിൾ ടൈപ്പ് ആയിരുന്നു, അതിൻ്റെ ഫുള്ള് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടും വൃത്തിയാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വാൾപേപ്പർ ഒട്ടിക്കുകയാണ്. അങ്ങനെ വാൾപേപ്പറാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുന്ന പരിപാടി ഉദ്ദേശിക്കേ വേണ്ട. തുറന്നു കഴിഞ്ഞാൽ ആളിപ്പോൾ ഓടി വരും. മറ്റേ കൊക്കോമലൻ ഇടുമ്പോൾ പിള്ളേർ ഓടി വരുന്നെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ആളിവിടെ എത്തും. അതിനുശേഷം ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. മുമ്പ് എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടുതരാം. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന വെള്ളം ക്യാൻ വെള്ളമാണ് കേട്ടോ. മറ്റേ വെള്ളം അങ്ങനെ പൈപ്പ് വെള്ളം കുടിക്കാറില്ല. ക്യാൻ വെള്ളം വാങ്ങിച്ചിട്ട് അത് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ തിളപ്പിച്ച് അങ്ങനെയാണ് കുടിക്കാറുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു വലിയ ബക്കറ്റ് ഉണ്ട്. ഈ ഒരു ബക്കറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്ക്. പിന്നെ ഗ്യാസ് സിലിണ്ടർ, പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രഷ്, കോരി ഇതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ഒരു ബക്കറ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അതിനുള്ളിലാണ് വെക്കുന്നത് കേട്ടോ. പിന്നീട് ഞാനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാലാണ് ടിന്നിലേക്കൊക്കെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് കിച്ചൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. കയറി വരുമ്പോൾ ഉള്ള റൈറ്റ് സൈഡിലായിട്ടാണ്. ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ മോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വെക്കുന്നത് അതിനകത്ത്, അല്ലാതെ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് ഹോം. നിങ്ങൾ നോക്കുന്നത് നമ്മുടെ ഹേസ് ബേബി ഇല്ലേ, ആളിവിടെ ഉണ്ട്. ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. ഞാനത് എടുക്കാത്തതാണ് സംഭവം. ഓരോന്ന് എടുത്തോണ്ട് മാറ്റി വെക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ കിച്ചണിൽ വരുമ്പോൾ കിച്ചണിൽ വരും, റൂമിൽ പോകുമ്പോൾ റൂമിൽ വരും, അങ്ങനെ പിറകെ നടക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഇക്കായ വിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വ്ളോഗൊക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ അവ എഴുന്നേറ്റു. ഇക്ക പോകാറായ സമയം നോക്കി അവ എഴുന്നേറ്റിട്ട് ഇക്ക ഇറങ്ങിയ ആ ഒരു സമയം തൊട്ട് കരച്ചിൽ തുടങ്ങിയതാണ്. പിന്നെ 8 മണി വരെ എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. ഒക്കെ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡേ എന്തായാലും പോയി കിട്ടിയെന്ന്. പിന്നെ എന്തായാലും ഇന്നങ്ങ് എടുത്ത് കളയാൻ നല്ല മൂഡല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങ് ഞാൻ എടുത്തു. അപ്പോൾ ആളിതാ ഇവിടെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് ഹോം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മുടെ ചാനൽ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐഷൂസ് ബ്യൂട്യൂബ് എന്നുള്ളത് എഡേ വിത്ത് ഐഷു എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, സ്പെല്ലിങ് പറഞ്ഞു കൊടുത്ത് ഞാൻ മടുത്തിട്ടോ. അതുകൊണ്ടാണ്. ആദ്യം മുതലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു നെയിം ആയതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇനിയും ഇങ്ങനെ നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇട്ട ഒരു പേരായിരുന്നു ബ്യൂട്ടി പ്ലസ് യൂട്യൂബ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ വ്ളോഗും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചേഞ്ച് ചെയ്ത് കളയാന്ന്. പിന്നെ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഹീസു ബേബിയും വെച്ചിട്ട് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ മാക്സിമം നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. നമ്മുടെ ഈ ഒരു കുഞ്ഞു ലോകം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ റീൽസും ഷോർട്സും ഒക്കെ കാണുന്നവർ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.